മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പാലോട് പടക്കം നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ തൊഴിലാളി മരിച്ചു. താളിക്കുന്ന് സ്വദേശി ഷീബയാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഷീബയ്ക്ക് ശരീരത്തിന്റെ 50% ഭാഗത്ത് പൊള്ളലേറ്റ നിലയിലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. ഓലപ്പടക്കത്തിന്റെ തിരി കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത്. തിരുവനന്തപുരം പാലോടിന് സമീപമാണ് ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചിരിക്കുന്നത്. താളിക്കുന്ന് സ്വദേശിയായ ഷീബയാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്കായിരുന്നു അന്ന് പരിക്കുകൾ ഏറ്റിരുന്നത്. ഷീബയ്ക്ക് ശരീരത്തിന്റെ 50% ഭാഗത്ത് പൊള്ളലേറ്റ നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഓലപ്പടക്കത്തിന്റെ തിരി കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ആംബുലൻസും ഫയർഫോഴ്സ് വാഹനവും ഒക്കെ അടക്കം എത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ നിർമ്മാണശാല പ്രവർത്തിച്ചു വന്നിരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ അപകടത്തിന്റെ ആക്കം കൂട്ടിയത്. 50%-ലധികമായിരുന്നു ഷീബയ്ക്ക് പൊള്ളലേറ്റത്. ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ആ അപകടത്തിലാണ് ഇത്തരത്തിൽ പൊള്ളലേറ്റ 4 പേർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഷീബ മരിച്ചിരിക്കുന്നത്. ഷീബയ്ക്ക് 50%-ലധികം ഭാഗത്തായിരുന്നു പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. അതിനിടയിലാണ് ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. താളിക്കുന്ന് സ്വദേശി ഷീബയാണ് മരിച്ചത്. നിലവിൽ അപകടത്തിൽ 4 പേർക്കായിരുന്നു അന്ന് പരിക്കുകൾ ഏറ്റിരുന്നത്. ഇവരിപ്പോൾ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഓലപ്പടക്കത്തിന്റെ തിരി കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.